നമസ്കാരം ട്രേഡേഴ്സ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും എവിടെയാണ് ഇന്നത്തെ നല്ല ഗുഡ് ട്രേഡും പിന്നെ നാളത്തെ മാർക്കറ്റിലെ സപ്പോർട്ടും റെസിസ്റ്റൻസ് ലെവലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു, സൈഡ് വേസ് പോയി. ഏറ്റവും നല്ല ട്രേഡ് എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ. ഇത് കുറേ പ്രാവശ്യം റെസിസ്റ്റൻസ് കിട്ടി. ഇപ്പോൾ കാണുമ്പോൾ റേഞ്ച് തന്നെ ഏകദേശം ഒരു 6 ഹവേഴ്സൊക്കെ റേഞ്ച് കളിച്ചിട്ട് ഈ ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ എക്സാക്റ്റ് ആ ഡിസ്റ്റൻസ് തന്നെയാണ് പോയിക്കണേ. ഈ ഒരു ഡിസ്റ്റൻസ് എക്സാക്റ്റ് മുകളിലേക്ക് പോയി. അപ്പോൾ ഏറ്റവും നല്ല എൻട്രി എന്ന് പറയുന്നത് കട്ട് ചെയ്യുമ്പോഴാണ് ട്രേഡ് ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഫ്യൂച്ചർ ചാർട്ടിൽ നോക്കി, ഫ്യൂച്ചർ ചാർട്ടിലാണ് ഞാൻ എപ്പോഴും പറയും, ഫ്യൂച്ചർ ചാർട്ടാണ് എപ്പോഴും ഏറ്റവും ബെറ്റർ ഇതിലേക്ക് കറക്റ്റ് ലെവലായിരിക്കും. ഇത് 1 2 3 4 5th ടൈം ബ്രേക്ക് ചെയ്തു. ഈ ബ്രേക്ക് ചെയ്തിട്ട് എക്സാക്റ്റ് ഈ ഒരു ഇതിൻ്റെ നേരെ ഡബിൾ പോയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കി മാർക്കറ്റ് ഇന്ന് നല്ല സൈഡ് വേസാണ് പോയത്. എന്നിട്ട് ഈ ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ അതൊക്കെ ഈ ഒരു ഡിസ്റ്റൻസ് നേരെ പോയി. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഒറ്റയടിക്ക് അങ്ങനെ വീഴൊന്നുമില്ല. ഇനി ഈ ഒരു ലോ കിടന്നാലാണ് നമുക്ക് താഴേക്കുള്ള ട്രേഡ് എക്സ്പെക്റ്റ് ചെയ്താൽ മതി. ഇനി ബാങ്കിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്പോട്ടിൽ നോക്കുകയാണെങ്കിൽ അത്ര നല്ല ട്രേഡ് ആയില്ലേ. പക്ഷേ ഫ്യൂച്ചർ ചാർട്ടിൽ നോക്കി, ഫ്യൂച്ചർ ചാർട്ടിൽ ഇതൊരു നല്ല ട്രേഡ് ഉണ്ടാകും. ഈ ഒരു ലെവൽ കുറേ പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത ലെവലാണ്. ഇതിങ്ങനെ റിട്ടേൺ ആയിരിക്കും. ഓക്കെ, ഇത് കുറേ പ്രാവശ്യം ടച്ച് ചെയ്തു. ഇതിപ്പോൾ 1 2 3 4 5th ടൈം ബ്രേക്ക് ചെയ്തു. കൺഫർമേഷൻ എന്നിട്ട് ഈ ലോ കട്ട് ചെയ്തിട്ട് എക്സാക്റ്റ് ഈ ഒരു സ്റ്റോപ്പ് ലോസ് വരെ മാർക്കറ്റ് മൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയത്. അപ്പോൾ ഇതൊരു നല്ല ട്രേഡ്. ബാങ്ക് നിഫ്റ്റിയിലെ നല്ല ട്രേഡ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇനി മിഡിലും ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്ന ഒരു ട്രേഡ് ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല. ഏറ്റവും നല്ലത് സെൻസസിലും ഈ നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് ഉണ്ട്. ഈ 50 മിനിറ്റ്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം 30 മിനിറ്റ്സിൽ നോക്ക്. 30 മിനിറ്റ്സിൽ ഇതൊരു നല്ല സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലാണ്. അതായത് ഈ ലെവൽ കുറേ പ്രാവശ്യം ഇവിടുന്ന് സപ്പോർട്ട് കിട്ടി, അതിന് വീണ്ടും റെസിസ്റ്റൻസ് കിട്ടി, വീണ്ടും റെസിസ്റ്റൻസ് കിട്ടി, വീണ്ടും റെസിസ്റ്റൻസ് കിട്ടി. അപ്പോൾ ഇത് കട്ട് ചെയ്തപ്പോഴാണ് ആ മൂവ്മെൻറ്റും വന്നത്. അപ്പോൾ ഇത് ഇവിടെയാണ് ഇന്നത്തെ ഈ ബ്രേക്ക് ചെയ്യുമ്പോൾ ട്രേഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തപ്പോൾ ഒരു നല്ലൊരു മൊമെൻറ്റം വന്നു. ഇനി നാളത്തേക്കുള്ള ട്രേഡ് നമുക്ക് നോക്കാം. ഇനി 30 മിനിറ്റ്സ് നോക്കാം. 30 മിനിറ്റ്സ് നമുക്ക് കറക്റ്റ് ഇപ്പോൾ മാർക്കറ്റ് പറഞ്ഞ പോലെ ഇതാണ് 30 മിനിറ്റ്സ്. നിഫ്റ്റിയും സെയിം തന്നെയാണ്. ഇത് സപ്പോർട്ടായിട്ട് ചെയ്തു, ബ്രേക്ക് ചെയ്തു, റെസിസ്റ്റൻസ് കിട്ടി, ഇത് ബ്രേക്ക് ചെയ്തപ്പോഴാണ് നല്ലൊരു ട്രേഡ് വന്നത്. നാളത്തെ നോക്കുമ്പോൾ അപ് ട്രെൻഡ് ഒന്നും പറയാനില്ല. ഈ ഒരു ഇന്നത്തെ ഈ ലോ പൊട്ടിക്കഴിഞ്ഞാൽ താഴേക്ക് നല്ല ട്രേഡ് വരും. അത് നാളെ ഒരു ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് ഒരു ട്രേഡ് എക്സ്പെക്റ്റ് ചെയ്യാം. എപ്പോഴും ഫ്യൂച്ചർ ചാർട്ട് നോക്കട്ടെ. ഫ്യൂച്ചർ ചാർട്ട് ഈ ലോ കട്ട് ചെയ്യുമ്പോഴാണ്. കാരണം ഇത് കുറേ പ്രാവശ്യം ഇപ്പോൾ സപ്പോർട്ട് കിട്ടിയതാണ്. എത്ര പ്രാവശ്യം നോക്കിയേ, ഇപ്പോൾ 1 2 ഇത് 1 2 3. ഇനി അടുത്ത പ്രാവശ്യം ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഫോൾ എക്സ്പെക്റ്റ് ചെയ്യാം. ഇത് നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. മേ ബി പാരബോളിക്കായിട്ട് വീഴുകയാണെങ്കിൽ ഇവിടുന്ന് സപ്പോർട്ട് ഇട്ടിട്ട് കൺഫർമേഷൻ കിട്ടിയിട്ട് താഴേക്ക് എടുക്കുക. ഇനി ബാങ്കിലാണ് നല്ല വീക്ക്നെസ്. ബാങ്ക് ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്കാണ്. കാരണം ബാങ്കാണ് നിഫ്റ്റി ഇച്ചിരി റിക്കവർ ചെയ്ത്, ബാങ്ക് വീക്ക്നെസ്സാണ്. ഈ ട്രെൻഡ് ലൈൻ കണ്ട, ഈ ട്രെൻഡ് ലൈൻ വരയ്ക്കുക. ഇപ്പോൾ വൺസ് ഈ ലോ അല്ല, മേ ബി ഈ ഒരു ലോ കട്ട് ചെയ്യുമ്പോൾ താഴേക്ക് ഒരു ട്രേഡ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഫ്യൂച്ചറിലാണെങ്കിൽ ഇന്നത്തെ എക്സാക്റ്റ് ലോ കേട്ടോ. ഈ ലോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡേ ചാർട്ട് നോക്കിയാൽ ഡേ ചാർട്ട് ഉണ്ടോ വീണു. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് പോസ് ചെയ്തു. ഈ ലോ കടന്നു കഴിഞ്ഞാൽ പക്ക ഡൗൺ ട്രെൻഡായി. ഇത് വീണിട്ട് ഒന്ന് പോസ് ചെയ്ത് റിട്രേസ്മെൻറ്റ് കൺസൾട്ടേഷനാണ്. ചിലപ്പോൾ 2-3 ദിവസം സൈഡ് വേസ് പോയിട്ടായിരിക്കും. എന്നാണ് ഈ ലോ കട്ട് ചെയ്യണത് അന്നൊരു താഴേക്ക് നല്ലൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യുക. മിഡ് നമ്മൾ പറഞ്ഞ പോലെ ഈ ട്രെൻഡ് ലൈൻ ഉണ്ട്, എക്സാക്റ്റ് ആ ട്രെൻഡ് ലൈൻ തന്നെ ഇങ്ങനെ സപ്പോർട്ട് കിട്ടി പോവാണ്. അപ്പോൾ വൺസ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് താഴേക്കുള്ള ട്രേഡ് വരിക. ഇനി സെൻസസ് നോക്കുമ്പോൾ സെൻസസ് നമ്മൾ ഈ പറഞ്ഞ ലെവൽ ബ്രേക്ക് ചെയ്തു, താഴെ ലൈക്ക് ഈ ലെവൽ ബ്രേക്ക് ചെയ്തു. മാർക്കറ്റ് ഇപ്പോഴും വീണിട്ടില്ല. ഈ ലോ കടന്നാലാണ് നമുക്ക് താഴേക്ക്. ഇതിപ്പോൾ കൈൻഡ് ഓഫ് ഇത് ഇൻസ്റ്റടിക്കാനാണ്. മേ ബി നാളെയും 2 ദിവസം ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് മൂവ് ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും മുകളിലേക്ക് താഴേക്കൊക്കെ ബ്രേക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് വരാം.